യെസ്, ഇപ്പോൾ സജി മഞ്ഞക്കടമ്പൻ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. അദ്ദേഹം നേരത്തെ കേരള കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു, പിന്നീട് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിലാണ്. ശ്രീ സജി, താങ്കളെ സംബന്ധിച്ചിടത്തോളം ഈ കേരള കോൺഗ്രസിന്റെ ഒരു ആഭ്യന്തര താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഒരു പരിധിവരെയെങ്കിലും അറിയുന്ന ആളാണല്ലോ. അവിടെ ആ തട്ടകത്തിലല്ല എങ്കിൽ പോലും ഇവിടെ ഇതാ ഈ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സീറ്റുകളിൽ 2 സീറ്റുകളെങ്കിലും കോൺഗ്രസ് ഏറ്റെടുത്തേക്കും എന്ന വിവരങ്ങൾ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് ഏറ്റുമാനൂരും തൃക്കരിപ്പൂരും ഒക്കെ ആ പരിഗണനയിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നത് UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടം ആണ്. ഒരു പക്ഷേ ആ UDF എന്ന സംവിധാനം പോലും ഭാവിയിൽ ഉണ്ടാകുമോ എന്നത് നിശ്ചയിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ്. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇനി കേരളത്തിൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നതിൽ നിർണായകമാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്തരം ചില തന്ത്രങ്ങൾ ആവശ്യമായി വരുന്നു എന്നതാണോ വസ്തുത? അതിനെ കേരള കോൺഗ്രസ് അംഗീകരിക്കുവാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? അല്ല, എനിക്ക് ഇതിനെ സംബന്ധിച്ച അഭിപ്രായം പറയാൻ സാധിക്കില്ല. ഏതായാലും കോട്ടയം ജില്ലയിലെ കോൺഗ്രസ് പാർട്ടി കൂടുതൽ സീറ്റ് എടുത്ത് മത്സരിക്കാൻ നേരത്തെ തന്നെ അവർക്ക് അവരുടെ മനസ്സിൽ ആഗ്രഹമുള്ളതാണ്. കാരണം ജോസ് കെ മാണി വിഭാഗം LDF-ലേക്ക് പോയ സ്ഥിതിക്ക് തീർച്ചയായിട്ടും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കണമെന്നുള്ള കോൺഗ്രസിന്റെ ആഗ്രഹം അത് സബലീകരിക്കാൻ ഒരുപക്ഷെ സീറ്റുകളുടെ എണ്ണത്തിൽ ചിലപ്പോൾ കുറവാൻ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഏത് സീറ്റ് എങ്ങോട്ട് ചേഞ്ച് ചെയ്യുന്നു ഒന്നും നമുക്കറിയില്ല. പിന്നെ ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് നമുക്കറിയാം, കോട്ടയത്ത് ഞാൻ അതിന്റെ ജില്ലാ പ്രസിഡന്റും UDF-ന്റെ ജില്ലാ ചെയർമാനും ഒക്കെ ആയിരുന്ന ആളാണ്. ഈ പാർട്ടിയുടെ ശക്തിയും അല്ലെങ്കിൽ ഒക്കെ എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അപ്പം പാർലമെന്റ് സീറ്റിൽ തീർച്ചയായിട്ടും ഫ്രാൻസിസ് വിജയിച്ച സ്ഥിതിക്ക് അതൊരു 15 കൊല്ലത്തിന് ശേഷമല്ലേ ഒരു വിജയം സാധ്യമായത്? അതെ, വിജയിച്ച സ്ഥിതിക്ക് കോൺഗ്രസ് ഒരു സീറ്റ് കൂടി തിരിച്ച് എടുത്താൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് മാത്രമേ എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളൂ. അതായത് ജില്ലയിൽ ഒരു സീറ്റ് കുറച്ചാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അപ്പൊ തീർച്ചയായിട്ടും ഏതായാലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലൂടെ UDF ആയിരിക്കും കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന കാര്യം സംശയമില്ല. കാരണം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ഗവൺമെന്റിനോടുള്ള വിരോധം, സർക്കാരിനെതിരെയുള്ള വിരോധം, ജനവികാരം, ആ വികാരം തീർച്ചയായിട്ടും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ഇവിടെ ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ഈ ചില സമുദായ നേതാക്കൾ പിണങ്ങി അല്ലെങ്കിൽ UDF-ൽ തമ്മിൽ തല്ലെന്നൊക്കെ പറയുന്നത് ഒരു കാര്യവുമില്ല. പൊതുജനം ഇവിടെ എങ്ങനെയും പിണറായി സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ള ആ ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ അങ്ങനെയെങ്കിൽ അത് സജി മഞ്ഞക്കടമ്പിൽ താങ്കൾ ഈ പറയുന്നത് പോലെ ഒരു നിരീക്ഷണമാണ് കോൺഗ്രസ് പാളയത്തിനും അതല്ല UDF പാളയത്തിനും ഉള്ളത് എങ്കിലും അതും ഈ വിഷയത്തിൽ പ്രതിസന്ധിയിൽ സൃഷ്ടിക്കാൻ പോകുന്നത്. അതായത് UDF അധികാരത്തിൽ വരും എന്നത് ഉറപ്പാണ് എങ്കിൽ ഞങ്ങളുടെ സീറ്റുകൾ എന്തിനു നഷ്ടപ്പെടുത്തണം? ഞങ്ങൾക്ക് 9 സീറ്റുകൾ ഉള്ളതാണ്, ആ സീറ്റുകൾ നഷ്ടപ്പെടുത്തേണ്ട സാഹചര്യമില്ലല്ലോ എന്നൊരു ആത്മവിശ്വാസം അവർക്കുണ്ടാകാമല്ലോ. അത് അങ്ങനെയെങ്കിൽ കോൺഗ്രസിന് സീറ്റുകൾ വിട്ടു നൽകാൻ ജോസഫ് ഗ്രൂപ്പ് തയ്യാറാകാതിരിക്കുകയല്ലേ ചെയ്യുക? അല്ല, അത് സ്വാഭാവികം, നമുക്കറിയില്ല. അവരുടെ ഉപേക്ഷി ചർച്ച നടക്കുന്ന കാര്യമാണ്. ഏതായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞിരിക്കുന്നു, ഏതായാലും UDF ശക്തിപ്പെടും, കൂടുതൽ കക്ഷികൾ UDF-ലേക്ക് വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പൊ അങ്ങനെ UDF-ലേക്ക് പുതിയ കക്ഷികളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസും അതോടൊപ്പം തന്നെ കേരള അങ്ങനെ UDF-ലേക്ക് വരാൻ പറ്റുന്ന ഏത് കക്ഷിയാണ് ഇപ്പോൾ LDF-ൽ ഉള്ളത് സജി മഞ്ഞക്കടമ്പൻ? ഉള്ളതെന്ന് പറഞ്ഞാൽ ജോസ് കെ മാണി വിഭാഗം UDF-ലേക്ക് വരാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പാർട്ടി PV അൻവറിന്റെ നേതൃത്വം കൊടുക്കുന്ന തൃണമൂൽ കോൺഗ്രസ് കഴിഞ്ഞ നമുക്കറിയാം നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ചില അഭിപ്രായ ഭിന്നതകൾ പെട്ടെന്നുണ്ടായി. അതിന്റെ പേരിൽ അന്ന് ഒറ്റയ്ക്ക് മത്സരിക്കേണ്ട സാഹചര്യം ഉണ്ടായി. പക്ഷെ ഇനിയും ഭാവിയിലും അങ്ങനെ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആയിരിക്കില്ല പോകുന്നു. മുന്നണിയുടെ ഭാഗമാകാൻ വേണ്ടിയുള്ള നീക്കുപോക്കുകളൊക്കെ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതിനുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുമുണ്ട്. അങ്ങനെ വരുമ്പോ ശരി, താങ്കൾ പറഞ്ഞതുപോലെ തൃണമൂൽ ഒരു പരിധിവരെ നോക്കുന്നു എന്ന് പറയുമ്പോൾ തൃണമൂൽ നിലവിൽ ഇപ്പോൾ അങ്ങനെ LDF-ന്റെ ഭാഗവുമല്ലല്ലോ. താങ്കൾ ഈ പറയുന്നത് പോലെ ജോസ് കെ മാണി വിഭാഗം മറുഭാഗത്തേക്ക് വരുന്നു, അത്തരം നീക്കങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ ജോസ് കെ മാണിക്ക് ഇടതുപക്ഷം നൽകിയൊരു പരിഗണനയുണ്ടല്ലോ. അത് മാണി സാർ ഉണ്ടായിരുന്ന സമയത്ത് UDF-ൽ ലഭിക്കാത്തൊരു പരിഗണനയല്ലേ? അപ്പോൾ ആ പരിഗണന വിട്ടുവരും എന്നാണോ താങ്കൾ പറയുന്നത്? 100% എന്ത് പരിഗണന? പാലായിൽ ജോസ് കെ മാണി പരാജയപ്പെട്ടില്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് മത്സരിച്ചപ്പോൾ? അദ്ദേഹത്തിന് വിജയിക്കണമെങ്കിൽ വിജയസാധ്യത ഉണ്ടെങ്കിൽ അത് UDF-നകത്താണെന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കുമുണ്ട്. അവിടെ മറ്റാരൊക്കെ വിജയിച്ചെങ്കിലും പാർട്ടിയുടെ ചെയർമാനായിരിക്കുന്ന മാണി സാറിന്റെ മകനായിരിക്കുന്ന ജോസ് കെ മാണി പരാജയപ്പെട്ടാൽ പിന്നെ എന്താണ് ആ പാർട്ടിക്ക് എന്ത് ലഭിച്ചിട്ട് എന്താണ് കാര്യം? അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നാളെ നിയമസഭയിലേക്ക് വരുവാനും കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് മന്ത്രിയാകാനുമുള്ള എല്ലാ സാധ്യതകളുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹം അത് വിനിയോഗിക്കും എന്നാണ് എനിക്ക് മാണി ഗ്രൂപ്പ് വിഭാഗത്തിൽ നിന്നും നേതാക്കളിൽ നിന്നും ലഭിക്കുന്ന വിവരം. അല്ല, അങ്ങനെയെങ്കിൽ അത് വീണ്ടും UDF-ൽ കോംപ്ലിക്കേഷൻ സൃഷ്ടിക്കുമോ? അതായത് അപ്പോൾ സ്വാഭാവികമായും കേരള കോൺഗ്രസ്
വീണ്ടും വികസിക്കുകയാണ്, അവരുടെ പ്രാതിനിധ്യം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ കോൺഗ്രസിന് വീണ്ടും സീറ്റുകൾ വിട്ടു നൽകേണ്ട ഒരു പശ്ചാത്തലമല്ലേ ഉണ്ടാകാൻ പോകുന്നത്? അല്ല, തീർച്ചയായിട്ടും കോൺഗ്രസ് ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുമല്ലോ. പുതിയ കക്ഷി വരുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പാർട്ടി കുറച്ച് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വന്നാൽ ജോസ് കെ മാണി വിഭാഗം വന്നാൽ, എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് മാത്രമേ കേട്ടുകേൾവിയുള്ളൂ. ഏതായാലും തീർച്ചയായിട്ടും ഒരു കാര്യം പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് UDF-ന്റെ അടിത്തറ ബലപ്പെടുത്തും, മുന്നണിയിലേക്ക് പുതിയ കക്ഷികൾ വരും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. സർപ്രൈസായി ചില ആളുകൾക്ക് വരുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ സൂചന എന്താ? ഇടതുപക്ഷത്ത് നിൽക്കുന്ന കക്ഷികളും ഇപ്പോൾ ഞങ്ങളെ പോലെയുള്ള സ്വതന്ത്രമായി നിൽക്കുന്ന കക്ഷികളും ഒക്കെ നാളെ UDF-ന്റെ, അതായത് ഈ ജോസ് കെ മാണി വിഭാഗം വളരെ സജീവമായി കോൺഗ്രസ് നേതൃത്വമോ UDF-മായി ആശയവിനിമയം തുടരുന്നു എന്ന് തന്നെയാണോ താങ്കൾ പറയുന്നത്? 100%. എനിക്കത് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസം ലഭിച്ചു. ഞാൻ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം പോയി ചില UDF നേതാക്കന്മാരെയൊക്കെ സന്ദർശിച്ചിരുന്നു. അപ്പൊ അവരുടെ ഇതിനൊക്കെ കിട്ടിയ വിവരങ്ങളാണ്. അപ്പൊ ഏത് വിധേനയും ജോസ് കെ മാണി വിഭാഗത്തിന് അവർക്ക് UDF-ന്റെ അവരുടെ പ്രവർത്തകര്, അണികൾ മുഴുവൻ ഇടതുപക്ഷത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആളുകളല്ല. ഓട്ടോമാറ്റിക്കലി യാന്ത്രികമായി നിൽക്കുന്ന ആളുകളാണ്. നമ്മൾ കണ്ടതാണല്ലോ നമ്മളെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കണ്ടു, അവിടെ ജോസ് കെ മാണി വിഭാഗത്ത് വലിയ ശക്തിയുള്ള ഒരു പ്രദേശമാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ അവിടെ വോട്ടിംഗ് വന്നപ്പോൾ എവിടെ വോട്ട് ചെയ്തു? മനുഷ്യർ മുഴുവൻ ചാണ്ടി ഉമ്മൻ വോട്ട് ചെയ്തു. ജോസ് കെ മാണിയോടൊപ്പം നിൽക്കുന്ന ആളുകൾ അവർ UDF മെന്റാലിറ്റി ഉള്ള ആളുകളാണ്. അവർക്ക് ഒരിക്കലും അരിവാൾ ചിട്ടിയ നക്ഷത്രത്തിന് വോട്ട്. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയെങ്കിൽ അതിന്റെയൊക്കെ ഒരു നിർണായകമാകുന്ന സമയമല്ലേ ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ആ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴായിരിക്കുമോ മാറ്റം? അങ്ങനെ ഒരു മാറ്റമൊക്കെ ഉണ്ടാകുന്നുവെങ്കിൽ അതിന്റെ ഒരു സമയമായില്ലേ? അതിപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അനുബന്ധിച്ച് ഒരുപക്ഷെ മാറ്റം ഉണ്ടായെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷമാണോ എന്ന് പറയാൻ പറ്റില്ല. ഏതായാലും ജോസ് കെ മാണി വിഭാഗത്തിന്റെ പ്രവർത്തകർ ഒരിക്കലും CPM-മായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറല്ല. ഞാൻ ആ പാർട്ടി പ്രവർത്തിച്ച ആളാണല്ലോ. അതിന്റെ നേതാക്കന്മാരും പ്രവർത്തകരുമായി നിരന്തരം നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ അവർ പറയുന്നത് ഗതികെട്ട് നിൽക്കുകയാണ്, CPM-നൊപ്പം നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഗതികെട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂടി, ഈ തൃണമൂൽ മുന്നണിയുടെ ഭാഗമാകുന്നു എന്ന് പറയുമ്പോൾ തൃണമൂലിനും സീറ്റുകളൊക്കെ നൽകേണ്ടി വരില്ല. അത് ഈ മിഡിൽ കേരളയിൽ ആയിരിക്കുമോ, അല്ലെങ്കിൽ കോട്ടയത്ത് ഉൾപ്പെടുന്ന ഏതെങ്കിലും നിയമസഭാ സീറ്റൊക്കെ ആയിരിക്കുമോ കോൺഗ്രസിൽ നിന്ന് വാങ്ങേണ്ടി വരിക? തീർച്ചയായിട്ടും വടക്കൻ കേരളത്തിലും അതോടൊപ്പം തന്നെ നമുക്ക് മധ്യ കേരളത്തിലുമൊക്കെ തൃണമൂൽ കോൺഗ്രസിന് നിർണായകമായ സ്വാധീനമുള്ള മേഖലകളാണ്. അപ്പോൾ അവിടെയൊക്കെ സ്വാഭാവികമായിട്ടും ഒരു കക്ഷി എന്ന നിലയിൽ നമുക്കറിയാം PV അൻവർ അദ്ദേഹം രാജിവെച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാജിവെച്ച് MLA എന്നത് രാജിവെച്ച ഒരു സീറ്റ്, അത് ഇപ്പോൾ അത് കോൺഗ്രസിന്റെ കയ്യിലേക്ക് വന്നിരിക്കുന്നു. അദ്ദേഹം മത്സരിച്ച ഒരു സീറ്റ് അദ്ദേഹത്തിന് ഏതായാലും കൊടുക്കുമല്ലോ. രണ്ട്, ഒരു പുതിയ കക്ഷി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നിലധികം സീറ്റുകൾ ആയിട്ടാണ് വരും അല്ലെങ്കിൽ നൽകേണ്ടി വരുമെന്നുള്ള ബോധ്യവും കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാവും. അങ്ങനെ ആ രീതിയിൽ കോൺഗ്രസ് പാർട്ടി എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്ത് പോകുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ശരി, ഒരല്പസമയം തുടരുക. റെജി ലൂക്കോസ്.